Welcome to Interval. എല്ലാവർക്കും സ്വാഗതം. This is Vinu Marcus and this is Fabin Vincent. Yeah. 3 മണിക്ക് ഇവരാണ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് സിനിമയ്ക്ക് പോവാം. സിനിമയുടെ പേരെന്താ? കങ്കുവ. അതാണ് സിനിമയുടെ പേര്. അപ്പോഴേ നമ്മൾ വെളുപ്പിനുള്ള ഫാൻ ഷോ, അതായത് ഫാൻ ഷോ 4 മണിക്കാണ്. കുറേ നാൾക്ക് ശേഷം നമ്മൾ സൂര്യ എന്ന ഒരു നടൻ, അത് പിന്നെ വേറൊരു കാര്യം, സൂര്യ ആയാലും വിജയ് ആയാലും മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും നല്ല സിനിമയാണെങ്കിൽ നമ്മൾ കാണും, സപ്പോർട്ട് ചെയ്യും. നമ്മളപ്പോൾ സിനിമയെ പറ്റി കുറ്റം പറയാൻ്റെ ഒരു വേദി, ഒരു ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയേണ്ട വേദിയായിട്ടാണ് ഒരുപാട് പേര് കാണുന്നത്. നമ്മളങ്ങനെ കാണുന്നില്ല, ജസ്റ്റ് നമ്മൾ ഫീൽ ചെയ്ത് എന്താണ് ഇല്ലേ, ഞങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. റിവ്യൂ ലെവലിൽ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഞങ്ങൾ വിടുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ മൂവി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കുറച്ച് ലൈവായി ഫസ്റ്റ് ഫാൻസിൻ്റെ ഷോ കഴിഞ്ഞ ഉടനെ നമ്മൾ കുറച്ച് റിവ്യൂസ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു വച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇന്ന് വെളുപ്പിന് 3:30 ഇവിടെ എത്തി. 4 മണിക്കുള്ള ഷോ ആയിരുന്നു, ഫാൻ ഷോ ആയിരുന്നു. ഫാൻ ഷോ കണ്ടു, സിനിമ കങ്കുവ. അതിലൊരു അടിപൊളി റോൾ ഉണ്ടായിരുന്നു, ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു, പൊളി റോളായിരുന്നു. പക്ഷേ ഫുൾ സസ്പെൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ പടുകൂറ്റം ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്ന മച്ചാന്റെ ഫ്ലെക്സ്, കിടിലം ഫ്ലെക്സ്. അങ്ങനെ കാർത്തിയുടെ നല്ല പടം, കുരുവിക്ക് ശേഷം സൂപ്പർ പടം. എന്നൊന്ന് പറയേ, സിനിമ നോക്കിയിട്ട് പറയും. ഞങ്ങൾ പറയാൻ പാസ്സുള്ള ഒരു സംവിധാനം വേറെ കണ്ടിട്ടില്ല. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? തുടക്കം റൊമാൻസ് ഒക്കെ ബോറടി ആയിരുന്നു, കോമഡിയൊക്കെ. പിന്നെ കാട്ടിലെ കഥ, കങ്കുവയുടെ കഥയൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ അവസാന ഘട്ടത്തിൽ ഭയങ്കര ട്വിസ്റ്റായിരുന്നു. അനുജനായിട്ട് ആദ്യത്തെ സിനിമയാണ് അനുജനുമായിട്ട് കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നതല്ലേ. അനുജനും കൂടെ പടം ഇത്ര വലിയ മാസമായി. ഓക്കെ, രണ്ടാമത്തെ ഭാഗം ആകാംക്ഷയോടെ നമ്മൾ ഇരിക്കുകയാണ്. പടം അവസാന ഘട്ടത്തിൽ ഇത്രയും വേറെ ലെവലിൽ പൊക്കിയെടുത്തു. പിന്നെ കുഴപ്പമില്ല പടം. ചേട്ടാ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കൊള്ളൂല, ആരും പോയി കാണല്ലേ. പിന്നെ 3D അവന്മാർ ഇറക്കിയിട്ട് 3Dക്കുള്ള ഒരു വകയില്ല. ഒരു മുതലായിട്ടൊരു ഫൈറ്റ് ഉണ്ട്, എന്തിനെടുത്ത് വെച്ചിരിക്കണമെന്നോ എതുക്കെടുത്ത് വെച്ചിരിക്കണോ ഒന്നും അറിഞ്ഞൂടാ. അണ്ണാ ഒരു ഹാഫും കൊള്ളൂല പടത്തിന്. ഏത് ഹീറോ ഒന്നും പറയില്ല എന്റെ പൊന്നണ്ണ. കാർത്തി ഉണ്ട്, പിന്നെ സൂപ്പറായിട്ട് പ്രതീക്ഷിക്കാൻ പടം കൊള്ളൂല. അന്ന് ഇതിലപ്പുറം എനിക്കൊന്നും പറയില്ല. ബ്രോ ഓവർ ഹൈപ്പ് കൊടുത്തൊന്നും സിനിമ നോക്കാറുണ്ട്. അത് തന്നെ, പക്ഷേ ഓവർ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ബ്ലാങ്ക് ആയിട്ട് വന്നിട്ട് സിനിമ കണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. വിഷ്വലി മൂവ് പക്ക. ഗ്രാഫിക്സ് കുറച്ച് കൂടി പോയി. ഫുൾ ടൈം സൂര്യ ഷോയാണ്. സെക്കൻഡ് പാർട്ട് കുറച്ച് പ്രതീക്ഷിക്കാം. സിനിമ കണ്ടു, കുഴപ്പമില്ല. നല്ലൊരു സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല സിനിമയാണ്. നല്ല ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. നേരം ഉറക്കം വന്നു, അത് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വന്നു. പിന്നെയും തരണം ചെയ്തിരുന്ന കണ്ട്. പിന്നെ അങ്ങനെ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. വൺ ടൈം വാച്ചാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ട്, പക്ഷേ കുറച്ചായി പോയി. നല്ല കഥയുണ്ട്, കഥയുണ്ട്. പക്ഷേ അലറൽ, നമ്മളിങ്ങനെ അലറലെന്ന് പറയത്തില്ല, അതേപോലെ ആയിരുന്നു. ഒരു 2.5 സൂര്യനെ ആ ഒരു കാലഘട്ടത്തിന്റെ സീനൊക്കെ വരുമ്പോൾ നമുക്ക് ബാക്കി പിന്നെ പറയാം. ഞങ്ങളുടെ ഡീറ്റെയിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ കങ്കുവ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എങ്ങനെ തിയേറ്ററിൽ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു, എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വലി, സൗണ്ട് എഫക്റ്റ് എല്ലാം. അല്ല നമ്മള് ആക്ടിങ്, എനിക്ക് നടന്മാര് അറിയാലോ, സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ, പേര്, അതെല്ലാം അടിപൊളിയായിരുന്നു. പേരൊക്കെ എഴുതി കാണിക്കുന്ന അടിപൊളിയാണ്. പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ഇൻട്രോ ആയിരുന്നു സൂര്യക്ക് കൊടുത്തത്. സൂപ്പർ ആയിരുന്നു. ഇൻട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെഴുതി കാണിക്കുന്നതും സൂര്യ എന്ന് പറഞ്ഞാൽ സൂര്യയുടെ ഫസ്റ്റ് ഫ്രെയിം എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? അത് തിയേറ്റർ ഇളക്കി മറച്ചുകൊണ്ടാണോ സൂര്യ സ്ക്രീനിലോട്ട് വന്നത്, അതോ ചുമ്മാ ഇങ്ങനെ നടന്നു വന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് പക്ഷെ വലുതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല, അതാണ് വേറെ കാര്യം.
ഉറക്കമൊന്നുമില്ല, വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഡയറക്ടറിനെ പറ്റി അറിയാമല്ലോ, ഡയറക്ടർ ഉള്ള പ്രമുഖ നടന്മാരെയൊക്കെ വെച്ച് ഫ്ലോപ്പാക്കി സിനിമയൊക്കെ എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ സിനിമയിലെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് കൈവിടാതെ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ച് വെറും ഒരു ആവറേജ് ആയിരുന്നു സിനിമ. തീർച്ചയായിട്ടും ഒരു ആവറേജ് ആയിരുന്നു. കാര്യം ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ വിചാരിച്ചു ഇനി സെക്കൻഡ് ഹാഫിലെങ്കിലും എന്തെങ്കിലും കാണും. നമ്മുടെ ഇവിടുത്തെ പരിപാടിക്ക് ഫാൻസി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സ് ചെയ്ത് ഇറക്കുന്ന പോലത്തെ ഒരു ഫീൽ. ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ എന്തൊരു ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. എല്ലാവരും ഒരു സബ്ജക്ട് കൊടുത്തിട്ട് 10, 100, 500 പേരെ ഡ്രസ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ ബോബി ഡിയോൾ ലുക്ക് വൈസ് ഓ മോനെ തീ എടുത്ത് എറിഞ്ഞു. കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പേടിയൊക്കെ വരത്തില്ലേ? കണ്ണൊക്കെ ഇങ്ങനെ ഇതൊക്കെ വെച്ച് എനിക്ക് ചെറുതായിട്ട് വന്ന് അവര് പേടിപ്പിക്കാൻ നോക്കി, പക്ഷെ ആരും പേടിച്ചു. പിള്ളേർക്ക് കാണാൻ പറ്റിയ ഒരു മൂവി ആണ് അല്ലേ? ഭയങ്കര സൗണ്ടും, പിന്നെ സൗണ്ട് എന്തായിരുന്നു? സൗണ്ട് മാത്രമേ ഉള്ളൂ. അത് ആ ഒരു കാലഘട്ടം വേണമെങ്കിൽ അങ്ങനെ പറയാം. ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് സൂര്യയുടെ ഒരു 1 man ഷോ ആണ് ഈ സിനിമ. പക്ഷെ അത് വിചാരിച്ച രീതിയിൽ ആൾക്കാരിലോട്ട് എത്തിയില്ല എന്നതായിരിക്കും വേറൊരു കാര്യം. എത്തിയില്ല. തമിഴ് കൾച്ചർ അവര് സ്ത്രീകളെ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നൊരു ഇതുണ്ട്. അങ്ങനെ ഒരു സീക്വൻസ് ഈ സിനിമയിലുണ്ട്. ഉണ്ട്. ഒരു സിംഗപ്പെണ്ണേ ആ ഒരു ഫീല് കിട്ടുന്ന ഒരു സാധനം, ഒരു സ്റ്റണ്ട് തോന്നിയില്ലേ? എനിക്ക് അങ്ങനെ ആക്കാൻ നോക്കി പക്ഷെ നടന്നില്ല. അതാണ് നടന്നില്ല. ആ ഒരു ടൈം അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ആ ഒരു ഫസ്റ്റ് സൂര്യല്ലേ, ഫ്രാൻസിസ് എന്നാണ് സൂര്യയുടെ ക്യാരക്ടറിന്റെ നെയിം. അത് കുറച്ച് ലുക്ക് വൈസ് ഓക്കെയാണ്. കുറച്ച് സ്റ്റൈൽ ആക്കിയിട്ടുണ്ട്. കുറെ ക്യാരക്ടേഴ്സ് കുത്തിക്കയറ്റിയത് എന്തിനോ വന്ന് എന്തോ ചെയ്യുന്നു, എവിടെയോ പോണ്. നടിയോ എന്തിനാണ് ഒരു ബിക്കിനി ഇട്ട് വന്ന് ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ പോയി. അത് നീ കണ്ടോ? അതൊക്കെ ഞാൻ പാട്ടിലുണ്ടായിരുന്നു. പാട്ട് കേട്ടു. ഞാൻ പാട്ട് ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് ക്യാമിയോ റോളിൽ വന്ന് നമ്മുടെ ഒരു അണ്ണമുണ്ട്. ഓപ്പോ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മള് വിചാരിക്കൂല പുള്ളി ഇങ്ങനെ ഒന്ന് ചെയ്യുമെന്ന്. സൂപ്പറായിട്ട് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ കൊടുക്കുകയും വേണ്ട. പക്ഷെ കുറച്ച് ടൈമേ ഉള്ളൂ. തിമിർത്ത് പുള്ളിയുടേതായിട്ടുള്ള രീതി നല്ല രീതിയിൽ ചെയ്തു, നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ക്യാമിയ റോള് ചെയ്ത എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാവുമല്ലോ അത് ആരാണെന്ന്. ഞങ്ങൾ പറയുന്നില്ല, നല്ല വീഡിയോയിൽ കൂടെ തന്നെ അറിയാൻ പറ്റുന്ന മാക്സിമം എല്ലാവരും പോയി കാണുക. പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ പടമാണ് ഇത്. കാണാൻ വലിയ ആൾക്കാർ പ്രതീക്ഷിച്ച് പോകണ്ട. വലിയ മാസും വലിയ ട്വിസ്റ്റും അതൊന്നും മാസൊക്കെ ഉണ്ട്, പക്ഷെ ആ രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ചെയ്തു അതിനെ വഷളാക്കി കളഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ പറഞ്ഞില്ല. സിനിമയ്ക്ക് ഇത് മുമ്പേ അവര് പറഞ്ഞതാണ് ഡ്രാമാറ്റിക് മൂവി ആണെന്ന് പറഞ്ഞാണ്. ഭയങ്കര ഡ്രാമ ആയിപ്പോയി. ഭയങ്കരമായിപ്പോയി. എങ്കിലും ഒരു പ്രാവശ്യം കാണാം. അപ്പോഴേ എല്ലാവരും പോയി കാണുക. അപ്പോഴേ അറിയാമല്ലോ ഇത്ര സമയം ഞങ്ങൾ പറഞ്ഞ കേട്ട് ഞങ്ങള് നോക്കിക്കൊണ്ടിരുന്നത് ചീത്ത വിളിച്ചോണ്ടിരുന്നത്. നിങ്ങളും ചീത്ത വിളിച്ചതും ഇവന്മാർക്ക് വേറെ ഒരു പണിയുമില്ലേ എന്ന് ആലോചിച്ചവരും പിന്നെ അടിച്ചു കളഞ്ഞ് കണ്ടവരും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചേട്ടാ, ഒരു ലൈക്ക് അടിക്കണം ചേട്ടാ ചെയ്യണേ. ഓക്കെ, അപ്പൊ ബൈ.